വന്നിട്ട് 2 മാസമായി മോനെ, 2 വർഷം പോലാ തോന്നുന്നു. കയ്യിലാണ് 5 പൈസ എടുക്കാനില്ല. എനിക്ക് എങ്ങനെ ഒരു ജോലി ശരിയാക്കി തരണേ? സെക്യൂരിറ്റി പണിയാന്നിട്ട് വേണ്ടില്ല. ഇവിടെ മൊബൈലിൽ ചാർജ് ചെയ്യാൻ പോലും കൈ പൈസയില്ല. എപ്പോഴും ഞാൻ അവൻ്റെ മുന്നിൽ കൈ നീട്ടുണ്ടായിരുന്നു. ആകെയുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോൾ, ഇതൊക്കെയാണ് ഒരു പ്രവാസി കിട്ടുന്ന ആകെയുള്ള സമ്പാദ്യം. അല്ലാതെ എൻ്റെ വേറെ ഒന്നുമില്ല. പോയ കാര്യം എന്തായി? വിസ എല്ലാം ഓക്കെ ആയി. ടിക്കറ്റിനും മറ്റു ചിലവെല്ലാം കൂടെ 10-30,000 രൂപ വേണം. അതെന്തോ ചെയ്യുന്നുള്ള കാര്യം അറിയിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക്. അച്ഛനെ കാണൂ. 10-30 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, മൂത്ത കാശ് കാണും. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്ക്. ചോദിച്ചു നോക്കാം. അച്ഛാ, എൻ്റെ വിസ റെഡി ആയിട്ടുണ്ട്. ടിക്കറ്റിനും മറ്റു ചിലവെല്ലാം കൂടെ ഒരു 30,000 രൂപ വേണം. എൻ്റെ എവിടെ നമ്മനെ പൈസ? എൻ്റെ കയ്യിൽ എവിടെ നിന്നു? എന്തോ അച്ഛാ പറയുന്നത്? അച്ഛന്മാർ 2 മാസമല്ലേ ആയുള്ളൂ. ഈ 10-30 വർഷം കൊണ്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് കാശൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എന്തോ അച്ഛാ? ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാകണമെങ്കിൽ അച്ഛൻ കുറച്ച് പൈസ തരാം. അല്ലാതെ എൻ്റെ ഇല്ല മോനെ പൈസ. അച്ഛൻ 10-30 വർഷം ഗൾഫിൽ ഉണ്ടാക്കിട്ടെ ഈ വീടൊന്നും വിലയ്ക്ക് മേടിക്കാൻ പറ്റിയില്ല. കടങ്ങളാണെ ബാക്കി. എന്നിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ജോലിക്ക് പോകാൻ പോകുന്നു. ഇതൊക്കെ ആരോട് അച്ഛാ പറയുന്നത്? അല്ലെ ബുദ്ധി ഇല്ലാത്തോട് പോയി പറ. എടാ മോനെ, ഞാൻ ഈ ഗൾഫിൽ പോകുമ്പോഴേ ഈ വീടൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ വീട് വെച്ചു, നിന്നെ പഠിപ്പിച്ച് ഈ നില വരെ എത്തിച്ചു. നിൻ്റെ താഴെ 2 പേരുണ്ടായിരുന്നു, അവരെ പഠിപ്പിച്ച് കല്യാണം കഴിച്ചാൻ വിട്ടു. ഇതൊന്നും നിനക്ക് അറിയേണ്ട കാര്യമില്ലോ. എനിക്ക് നിങ്ങളുടെ ഒരു പൈസ വേണ്ട. ഞാൻ എവിടെന്നെങ്കിലും കടം മേടിച്ച് പോകോളാം. ഞാൻ 2 വർഷം കഴിഞ്ഞ് ഈ കടവും തീർത്ത് ഈ വീട് പണിയാനുള്ള കാശോട്ട് വരും. എന്നിട്ട് ഞാൻ ഇവിടെ സെറ്റിൽ ആവും. അത് നിങ്ങൾ കാണണം. നന്നായിട്ട് പഠിക്കാം കേട്ടോ. അമ്മയെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഞാൻ ചെന്നിട്ട് കേട്ടോ. മോനെ, സൂക്ഷിച്ചോണം പോവാൻ. ഇമിഗ്രേഷൻ കഴിയുമ്പോൾ വിളിക്കണേ. പിന്നെ മോൻ പോകുന്ന സ്ഥലത്ത് അച്ഛൻ്റെ കൂട്ടുകാരുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അച്ഛൻ മോനെ വിളിച്ചു പറയാം കേട്ടോ. ഇത് ഞാൻ പോവാം. അച്ഛാ, മോളെ രമേ, അവൻ വന്നു മോനെ. എന്താ വൈകിയത്? ഫ്ലൈറ്റ് 2 മണിക്കൂർ ലേറ്റ് ആച്ചാ. അച്ഛൻ സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു മോനെ. അച്ഛനോട് ക്ഷമിക്കണം. ഒന്നും പറയണ്ട മോനെ. 2 വർഷം കൊണ്ട് കടം തീർത്ത് വീടും വെച്ച് നാട്ടിൽ സെറ്റിലാവുന്ന അച്ഛനെ വെല്ലുവിളിച്ചിട്ട് പോയ. പക്ഷെ പോയ കടം പോലും തീർക്കാൻ പറ്റി. അച്ഛനോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ആ മരുഭൂമി ഒരു പ്രവാസിയെ മറ്റൊരു പ്രവാസിയെ മനസ്സിലാക്കാൻ പറ്റും. അച്ഛനോട് ക്ഷമിക്കണം.